ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് എടുക്കാം. ഇന്നത്തെ നിങ്ങളുടെ എനർജീസും നിങ്ങൾക്ക് ഡിവൈൻ ഗൈഡൻസ് എന്താണ് നോക്കാം നമുക്ക്. ലെറ്റ്സ് സീ. നിങ്ങൾക്ക് ഡിവൈൻ ഗൈഡൻസ് യൂണിവേഴ്സിൽ നിന്ന് ഇന്നത്തെ ദിവസം നിങ്ങൾക്ക് എന്താ വരുന്നത് നോക്കാം. സൺ, വെരി നൈസ്. ഹൈ പ്രീസ്റ്റസ് ആൻഡ് ഓക്കെ, വീൽ ഓഫ് ഫോർച്യൂൺ. നിങ്ങൾക്കൊരു പുതിയ ഓഫർ എന്തോ വരുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓഫർ എന്ന് പറയുമ്പോൾ അതിപ്പോൾ ഒരു ജോലിയുടെ ഓഫർ ആയിരിക്കാം, ഒരു എന്തെങ്കിലും പ്രോജക്റ്റ് ആയിട്ട് ചെയ്യാനോ എന്തെങ്കിലും കാര്യം വർക്ക് ചെയ്യാനോ എന്തെങ്കിലുമൊക്കെ ഉള്ള കാര്യമായിരിക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ ഇത് മെസ്സേജിൻ്റെ ഒരു കാര്യമാവും. ആർക്കെങ്കിലും ഒരു മെസ്സേജ് വരുന്ന പോലെ ആ മെസ്സേജ് ഒരു പോസിറ്റീവ് മെസ്സേജാണ്, നല്ലൊരു ന്യൂസാണ്. നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം ചെയ്യാനുള്ള ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു അങ്ങനെ വലിയ കാര്യം ആവണമെന്നില്ല. ഓക്കെ, ഒരു മെസ്സേജ് വരാനുള്ള ഒരു സാധ്യതയുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു പോസിറ്റീവ് ആയിരിക്കും ന്യൂസ്. നിങ്ങൾക്ക് കുറച്ച് പേർക്ക് ഈവൻ ലൈക്ക് ആരെങ്കിലും ഗിഫ്റ്റായിട്ട് എന്തെങ്കിലും തരുന്നതായിരിക്കാം, നിങ്ങൾക്ക് എന്തെങ്കിലും കൊണ്ടുവരുന്നതായിരിക്കാം. ഇവിടെ കുറച്ച് പേർക്ക് ഇതൊരു സോറി പറയൽ കൂടിയാണ്. ഓക്കെ, മേ ബി കുറച്ച് പേർക്ക് നിങ്ങൾക്ക് ആരെങ്കിലും നിങ്ങളോട് മാപ്പ് പറയുന്ന രീതിയിലായിരിക്കാം, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് ഓഫർ ആയിരിക്കാം. സോ പല കാര്യങ്ങളും ആവാം. ഓക്കെ, എന്തോ ഒരു പുതിയ ഒരു സംഭവം നിങ്ങളുടെ അടുത്തേക്ക്, ഒരു ഫ്രഷ് എനർജി നിങ്ങളുടെ അടുത്ത് വരുന്നുണ്ട് എന്ന് പറയാം. നമ്മളൊരു തുടക്കത്തിൻ്റെ ഒരു എനർജി എന്ന രീതിക്ക് എടുക്കാം. ആ മെസ്സേജ് അല്ലെങ്കിൽ ന്യൂസ് അല്ലെങ്കിൽ അങ്ങനെ ആ കാര്യം നിങ്ങളെ നല്ലോണം ഹാപ്പി ആക്കും. ഓക്കെ, നിങ്ങളെ നല്ലോണം സന്തോഷിപ്പിക്കുന്നതായിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓവറോൾ ഒരു ഹാപ്പി എനർജിയാണ് എനിക്ക്. വളരെ സന്തോഷമായിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്ന പോലെ ഒരു ശരിക്കും ഒരു പോസിറ്റീവ് എനർജി എന്ന് പറയാം. ഓക്കെ, നിങ്ങൾ എന്തെങ്കിലും ചെയ്ത കാര്യത്തിൻ്റെ നമുക്ക് പറയില്ലേ, എന്തെങ്കിലും ഫലമായിട്ട് റിസൾട്ടായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും പണം കിട്ടുന്നതായിരിക്കാം. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾക്കൊരു ന്യൂസ്, അതായത് കംപ്ലീറ്റ് ചെയ്തതിൻ്റെ ഒരു സക്സസ് മെസ്സേജ് ആയിരിക്കാം. സോ എന്ത് തന്നെയായാലും ഇവിടെ ഒരു സന്തോഷം ഫീൽ ചെയ്യുന്നതാണ് കാണുന്നത്. നിങ്ങൾ വളരെ ഹാപ്പി ആയിട്ടും ലൈറ്റായിട്ടും ഒന്ന് റിലാക്സ് ചെയ്യാൻ പറ്റും ഇനി എന്ന രീതിക്ക് നിങ്ങളൊന്ന് ഫീൽ ചെയ്യുന്ന പോലെയുണ്ട്. ഇവിടെ ഒന്ന് നിങ്ങളുടെ ഇൻറ്റ്യൂഷൻ്റെ കാര്യമാണ് എനിക്കിത് ഫീൽ ചെയ്യുന്നത്. ഇൻറ്റ്യൂഷൻ നിങ്ങളുടെ വളരെ ഹൈ ആയിരിക്കും. അതായത് നിങ്ങൾക്ക് നല്ല കോൺഫിഡൻസ് വരും. ഓക്കെ, നിങ്ങൾക്ക് ഇന്നർ നോളജ് ഉണ്ട് എന്നും പറയാം. നിങ്ങളുടെ ഉള്ളിൽ നിങ്ങൾക്കറിയാം ദാറ്റ് ഒരു കോൺഫിഡൻസ് ബിൽഡ് ചെയ്യുന്ന പോലെയാണ്. നിങ്ങളുടെ ഉള്ളിലുള്ള നോളജ് ഉണ്ട്, നിങ്ങൾക്കൊരു ഇൻറ്റ്യൂഷൻ ഉണ്ട്, യൂണിവേഴ്സുമായിട്ട് നിങ്ങൾ നല്ലോണം കണക്റ്റഡ് ആണ് എന്ന് വേണമെങ്കിൽ പറയാം. അതുകൊണ്ട് തന്നെ എന്താണെന്ന് വെച്ചാൽ നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ കുറേ നമ്മൾ ഡിവൈൻലി ഗൈഡഡ് ആയിരിക്കും. അതായത് നമ്മളെ ഭഗവാൻ തന്നെ നയിക്കും എന്ന് പറയില്ലേ, ആ രീതിക്ക് നിങ്ങൾ ചെയ്യുന്ന പോലെയാണ്. ഒരു സ്പിരിച്വൽ എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഒരു നോളജ് ഉണ്ടാവും, നിങ്ങളുടെ കയ്യിൽ അറിവുണ്ടാവും. അതുപോലെ ഇൻറ്റ്യൂഷൻ എന്നാണ് മെയിൻ ആയിട്ട് എനിക്ക് ഇവിടെ കിട്ടുന്നത്. ഇൻറ്റ്യൂഷൻ എനർജി ഓക്കെ, നിങ്ങളുടെ വളരെ ഹൈ ആയിട്ട് എനിക്ക് കാണുന്നുണ്ട്. ഓക്കെ, മേ ബി ഒരു സീക്രട്ടീവ് എന്ന രീതിക്കും എനിക്ക് തോന്നി പെട്ടെന്ന്. ഓക്കെ, മേ ബി നിങ്ങളുടെ ചിലപ്പോൾ എന്തിനാണ് ഇവിടെ സീക്രട്ട് വന്നതെന്നാണ് ഞാൻ ആലോചിക്കുന്നത്. എന്തോ ഒരു സീക്രസി എനിക്ക് ഫീൽ ചെയ്തു, ഒരു രഹസ്യം എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്തു. ഓക്കെ, മേ ബി ഒരു മറിഞ്ഞിരുന്ന ഒരു കാര്യം നിങ്ങളുടെ മുമ്പിൽ വന്നായിരിക്കും, ഒരു ഹിഡൻ സീക്രട്ട് നിങ്ങൾ മറിഞ്ഞതായിരിക്കാം. പക്ഷെ അത് പോസിറ്റീവാണ് കേട്ടോ, നിങ്ങൾക്കൊരു മോശം ഉണ്ടാക്കുന്ന രീതിയിലല്ല. എന്തോ മറിഞ്ഞിരുന്ന നിങ്ങൾക്ക് അറിയാത്ത ഒരു കാര്യം ചിലപ്പോൾ നിങ്ങളുടെ മുമ്പിൽ വന്നതായിരിക്കും. നിങ്ങൾ വെയിറ്റ് ചെയ്തിരുന്നുണ്ടാവും, എന്തെങ്കിലും ഒരു കാര്യം അറിയാൻ വേണ്ടി നിങ്ങൾ ശ്രമിച്ചതായിരിക്കാം, സീക്രട്ട് എന്തെങ്കിലും അറിയാൻ ശ്രമിച്ചതായിരിക്കാം. ബട്ട് എനിവേ അത് എന്തായാലും അത് നിങ്ങൾക്കൊരു പോസിറ്റീവായിട്ടാണ് കൊണ്ടുവരുന്നത്. ആൻഡ് ഇവിടെ എനിക്ക് വീൽ ഓഫ് ഫോർച്യൂൺ കാണുന്നുണ്ട്. സോ അഗെയിൻ സമയത്തിൻ്റെ മാറ്റം. ഓക്കെ, നമ്മളെ ഒരു ഭാഗ്യം നമ്മളുടെ ഭാഗത്തേക്ക് വരുന്നതായിട്ടാണ് നമ്മൾ പറയുക. സോ ഇവിടെ വീൽ ഓഫ് ഫോർച്യൂൺ നിങ്ങൾക്കൊരു ലക്ക് നിങ്ങളുടെ ഭാഗത്ത് കൊണ്ടുവരുന്നു. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നിങ്ങളുടെ ഒരു ബെറ്റർമെൻറ്റ് നിങ്ങൾ കൊണ്ടുവരുന്നു. എന്ത് ചെയ്യുകയാണെങ്കിലും നിങ്ങൾ ആ ഇടുന്ന എഫേർട്ടിന് തീർച്ചയായിട്ടും നല്ലൊരു റിസൾട്ടായിട്ട് യൂണിവേഴ്സ് കൊണ്ടുവരുമെന്നാണ്. ആൻഡ് ഇതുവരെ ഉണ്ടായിരുന്ന സമയം എനിക്ക് ഒരു സമയത്തിൻ്റെ ഒരു ചേഞ്ച് എന്ന രീതിക്കാണ് എനിക്ക് മനസ്സിലാവുന്നത്. അതായത് നമ്മൾ പറയില്ലേ, പാസ്റ്റിൽ നമ്മൾ എന്തെങ്കിലും വിഷമങ്ങളോ സ്ട്രെസ്സോ, ആക്ച്വലി ഇവിടെ പാസ്റ്റ് എനർജി വേണമെങ്കിൽ എനിക്ക് തോന്നുന്നു 7 ഓഫ് പെൻറ്റിക്കിൾസ്, 8 ഓഫ് കപ്സ്, ഡെവിൾ. ഓക്കെ, പാസ്റ്റിൽ ചില തടസ്സങ്ങൾ എനിക്ക് കാണുന്നുണ്ട്. ചില തടസ്സങ്ങൾ നിങ്ങളുടെ ലൈഫിൽ ഉണ്ടായിരുന്നു. ഒന്ന് നിങ്ങളുടെ പേടികളായിരിക്കാം, നിങ്ങളുടെ തന്നെ മനസ്സിൽ പേടികളായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒരു നെഗറ്റീവായിട്ടുള്ള ഒരു ചിന്താഗതിയോ എന്തെങ്കിലും നിങ്ങൾ ഉണ്ടാവും. നെഗറ്റീവ് ഒരു ഇത് കാണുന്നുണ്ട് എനിക്ക്. കുറച്ച് സ്ലോ ആയിരുന്നു നിങ്ങൾ എന്തെങ്കിലും ശ്രമിക്കുമ്പോൾ ഒക്കെ, അതിൻ്റെ ഒരു റിസൾട്ട് നിങ്ങൾക്ക് അത്ര കിട്ടുന്നുണ്ടായിരുന്നില്ല. സോ അത് നിങ്ങൾ വിട്ടു പോകണോ എന്ന രീതിക്ക് നിങ്ങൾ ചിന്തിച്ച് കാണാം. ഓക്കെ, മേ ബി നിങ്ങൾ ചിലത് ഓൾറെഡി വിട്ട് കളഞ്ഞു കാണും. ഓക്കെ, അതുകൊണ്ടായിരിക്കാം ചിലപ്പോൾ നല്ലൊരു റിവാർഡ് യൂണിവേഴ്സ് തരുന്നത്. അങ്ങനെയാവും, അപ്പോഴായിരിക്കും നിങ്ങൾക്ക് ഈ ഹാപ്പിനെസ് വരുന്നത്. ഓക്കെ, ഓൾറെഡി എന്തെങ്കിലും വിട്ട് കളഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ ഒരു മാറ്റം കൊണ്ടാണ് നിങ്ങൾക്ക് ഈ ഒരു സന്തോഷം ഫീൽ ചെയ്തത്. ഓക്കെ, കുറച്ച് പേർക്ക് അങ്ങനെയാവാം. അതായത് നിങ്ങളെ
ഇതുവരെ കെട്ടിപ്പൂട്ടി എന്നാ പറയാൻ വന്നത്, കെട്ടിപ്പൂട്ടി നിർത്തിയ ചില കാര്യങ്ങൾ, ഓക്കെ, നിങ്ങളുടെ ഗ്രോത്ത് തടഞ്ഞു നിർത്തിയ കാര്യങ്ങൾ, ഓക്കെ, അതിൽ നിന്നൊരു മാറ്റമാണ് എനിക്ക് കാണുന്നത്. സോ അതിൽ നിങ്ങൾ ചിലത് പിന്നിൽ ഉപേക്ഷിച്ച് മേ ബി പുതിയ എന്തെങ്കിലും തുടങ്ങാൻ ശ്രമിക്കുന്നുണ്ടാവാം. സോ ആ പുതിയ തുടക്കം നിങ്ങൾക്ക് വളരെ നല്ലതാണ് കൊണ്ടുവരാൻ പോകുന്നത്. ഓക്കെ, ഇത് സ്ലോ ആണെങ്കിലും സ്റ്റഡി ആയിട്ടൊരു ഫ്യൂച്ചർ നിങ്ങൾക്ക് കാണുന്നുണ്ട് മുന്നോട്ട്. അഗെയിൻ ഒരു സിമ്പിളായിട്ട് പറയുകയാണെങ്കിൽ നിങ്ങൾ പാസ്റ്റിലെ ചില കാര്യങ്ങളെ ലെറ്റ് ഗോ ചെയ്ത മാതിരി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് ആഫ്റ്റർ ദാറ്റ് നിങ്ങൾക്കൊരു സന്തോഷം വരുന്നു എന്നാണ് കാണുന്നത്. ഓക്കെ, ഇവിടെ ഒരു വളരെ ഒരു ഹാപ്പിനെസ് എനർജി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ആൻഡ് അതും ശരിക്കും നമ്മൾ പറയില്ലേ കർമ്മ എന്ന രീതിക്ക് ഇവിടെ ഉണ്ട്. സോ മേ ബി നമ്മൾ ചെയ്ത നല്ല എഫേർട്സിൻ്റെ ഒരു റിസൾട്ട് യൂണിവേഴ്സ് തരുന്നതായിരിക്കാം. ആർക്കെങ്കിലും ഒക്കെ സോറി അപ്പോളജി ആരുടെങ്കിലും സോറി പറഞ്ഞ് മാപ്പ് പറഞ്ഞ് വരുന്നതായിട്ടൊക്കെ കാണുന്നുണ്ട് കുറച്ച് പേർക്ക്. സോ എന്തായാലും ഇവിടെ ഒരു ഹാപ്പിനെസ്, കാരണം ഇവിടെ ഒരു കപ്പിൾ ഉണ്ടല്ലോ. സോ മേ ബി റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിലൊക്കെ ആണെങ്കിൽ അല്ലെങ്കിൽ ഫ്രണ്ട്ഷിപ്സിൻ്റെ കാര്യത്തിലാണെങ്കിൽ ആരെങ്കിലും നിങ്ങളെ വേദനിപ്പിച്ചിട്ടുണ്ടെങ്കിൽ അവർ മാപ്പ് പറഞ്ഞു വരുന്നതും ആയിരിക്കാം. ആ മെസ്സേജ് ആയിരിക്കാം നിങ്ങൾക്ക് വരുന്നത്. സോ പലതരത്തിലെടുക്കാം, ഇവിടെ ഓരോരുത്തർക്ക് ഓരോ റീഡിംഗ് ആയിരിക്കും. ഓക്കെ, എന്തായാലും ഓവറോൾ നിങ്ങളുടെ ഭാഗത്തേക്ക് ലക്ക് വരുന്നു, നല്ലത് വരുന്നു എന്നാണ്. എംബ്രേസ് സോളിറ്റ്യൂഡ്. ആക്ച്വലി ഹൈ പ്രീസ്റ്റസ് കുറച്ചൊക്കെ നമുക്കൊരു തനിച്ചിരിക്കുന്ന ഒരു ഇതായിട്ട് പറയാം. എംബ്രേസ് സോളിറ്റ്യൂഡ് എന്ന് കാണുന്നുണ്ട്. ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക്, ലവ് യുവർ സെൽഫ്. ഓക്കെ, ഗുഡ്. എംബ്രേസ് യുവർ ഒത്തൻറ്റിസിറ്റി. എല്ലാം ഒരേ കാര്യങ്ങളാണ് വരുന്നത്. റിലിംക്വിഷ് ഫിയേഴ്സ്. യെസ്, സി ഇവിടെ നിങ്ങളോട് പറയുന്നത് പവർ ഓഫ് പ്രെയർ, പവർ ഓഫ് ഹ്യൂമർ. ഓക്കെ, ഇവിടെ നിങ്ങളോട് പറയുന്നത് നിങ്ങളോട് ഈ ഒരു നിങ്ങളുടെ തന്നെ ടോക്സിക് ആയിട്ടുള്ള ചില കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിൽ, അതൊരു വ്യക്തിയാവാം, ഒരു സ്ഥലമാവാം, ഒരു ജോലിയാവാം, ഒരു നിങ്ങളുടെ ചിന്തയാവാം, നിങ്ങളുടെ പേടികളാവാം, എന്തുമാവാം. ഈ ഒരു ടോക്സിക് എനർജി കുറച്ച് പേർക്ക് നിങ്ങൾക്ക് എന്തെങ്കിലും അഡിക്ഷൻ ഉണ്ടെങ്കിൽ അങ്ങനത്തെ കാര്യങ്ങൾ അതിനെ ഉപേക്ഷിക്കാനാണ് പറയുന്നത്. ഓക്കെ, ലെറ്റ് ഗോ, റിലിംക്വിഷ് ഫിയേഴ്സ് എന്നാണ് മെയിനായിട്ട്. നിങ്ങളുടെ പേടികൾ എന്തെങ്കിലും നിങ്ങളുടെ മനസ്സിൽ ഒരു അതൊക്കെ ഡബിൾ എനർജി എന്ന് പറയും നമ്മളതിന്. അതായത് നിങ്ങളെ ലൈഫിനെ മുന്നോട്ട് പോകുന്നതിലും തടസ്സപ്പെടുത്തുകയാണ്. ഓക്കെ, അങ്ങനെയുള്ളതിനെ നിങ്ങൾ വിട്ടുകളയൂ എന്നാണ് പറയുന്നത്. പേടികൾ വിട്ടുകളയൂ. ബിക്കോസ് മുന്നോട്ട് എന്താണെന്ന് നമുക്ക് ആർക്കും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റില്ല. എന്തായാലും നമ്മൾ ശ്രമിച്ചു നോക്കാതെ ആർക്കും ഒന്നും അറിയില്ല എന്നിട്ട് എന്താണ് സംഭവിക്കാൻ പോകുന്നത് നമുക്ക് പറഞ്ഞിട്ട് കാര്യമില്ല. ഓക്കെ, പാസ്റ്റിൽ അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചു എന്ന് പറഞ്ഞിട്ട് അതുപോലെ ഫ്യൂച്ചറിൽ സംഭവിക്കണം എന്നുമില്ല. ഓക്കെ, സോ പേടി മനസ്സിൽ നമ്മൾ വെച്ചുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ അവിടെ നമുക്കൊരു ബ്ലോക്കേജ് വരികയാണ്. നമ്മൾ എന്തെങ്കിലും വരാനുള്ളത് പോലും തടസ്സപ്പെടുകയാണ്. സോ അതുകൊണ്ടാണ് നിങ്ങളോട് ആദ്യം പേടികളെ മാറ്റിയെടുക്കൂ എന്ന് പറയുന്നത്. ആൻഡ് ഇവിടെ എംബ്രേസ് യുവർ ഒത്തൻറ്റിസിറ്റി എന്ന് വെച്ചാൽ നിങ്ങൾ എങ്ങനെയാണോ അങ്ങനെ തന്നെ ആയിട്ടിരിക്കാം. ഓക്കെ, നിങ്ങളുടെ കുറ്റങ്ങളുണ്ടാവാം, കുറവുകളുണ്ടാവാം, പക്ഷെ നിങ്ങളുടെ ഗുണങ്ങളും ഉണ്ട്. ഓക്കെ, സോ എങ്ങനെയാണോ നിങ്ങൾ അങ്ങനെ തന്നെ നിങ്ങൾ റിയൽ ആയിട്ടിരിക്കുക. മറ്റുള്ളവർക്ക് വേണ്ടി നിങ്ങളെ തന്നെ സ്വയം മാറ്റമൊന്നും വേണ്ട എന്നാണ് പറയുന്നത്. എംബ്രേസ് സോളിറ്റ്യൂഡ്. കുറച്ചൊന്ന് തനിച്ചായ പോലെ തോന്നാം നിങ്ങൾക്ക്. ഈ ഹൈ പ്രീസ്റ്റസ് അങ്ങനെയാണ്. എല്ലാം നമ്മൾ മനസ്സിലാക്കിയിട്ട് കണ്ട് മനസ്സിലാക്കി നമ്മൾ സൈലൻ്റ് ആയിട്ട് ഇരിക്കുക, അങ്ങനെയൊക്കെ ഉണ്ട്. അതാണ് ഞാൻ നേരത്തെ പറഞ്ഞൊരു സീക്രസി എനർജി എനിക്ക് ഫീൽ ചെയ്തു എന്ന്. സീക്രസി മാത്രമല്ല, മേ ബി സൈലൻസ് ആയിരിക്കാം, തനിച്ചിരിക്കലായിരിക്കാം. ഓക്കെ, സോ നിങ്ങളിവിടെ കുറച്ചൊന്ന് ഒറ്റപ്പെട്ടി പോയി എന്ന് നിങ്ങൾക്ക് തോന്നാം, പക്ഷെ അത് നിങ്ങൾക്ക് നല്ലതിനാണ്. ഓക്കെ, നിങ്ങൾ തനിച്ചിരിക്കാൻ ശ്രമിക്കുക. കാരണം അതൊക്കെ നിങ്ങളുടെ ഉള്ളിൽ നിങ്ങളെ തന്നെ മനസ്സിലാക്കാനുള്ള ഒരു അവസരമായിട്ട് നിങ്ങൾക്ക് ഉപയോഗിക്കാം. എൻ്റെ ഇവിടെ ടേക്ക് എ സ്റ്റെപ്പ് ബാക്ക് എന്ന് പറയുന്നത് ഒരല്പം കാര്യങ്ങളിൽ നിന്ന് മറ്റുള്ളവരിൽ നിന്നൊക്കെ ചിലപ്പോൾ ഒന്ന് മാറി നിൽക്കേണ്ടി വന്നേക്കാം. ബട്ട് അതൊക്കെ നിങ്ങൾക്ക് അഗെയിൻ ഞാൻ പറഞ്ഞ പോലെ സിറ്റുവേഷൻസ് നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാക്കാനും എന്ത് ചെയ്യണം എന്നൊക്കെ ചിന്തിക്കാനുമുള്ള അവസരം കിട്ടും. ഓക്കെ, ഞാനിവിടെ ലവ് യുവർ സെൽഫ് എന്ന് പറയുന്നത്. സോ നിങ്ങളെ തന്നെ നിങ്ങൾ സ്നേഹിക്കുക. ഓക്കെ, നിങ്ങളെ ഒരു പവർ നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾ അവനവനെ സ്നേഹിക്കുക. മറ്റുള്ളവർ നിങ്ങളെ ഒരു അപ്രീഷിയേറ്റ് ചെയ്തിട്ടോ വാല്യൂ ചെയ്തിട്ടോ വേണ്ട. ഓക്കെ, നിങ്ങൾ അവനവനെ തന്നെ നിങ്ങൾ സ്നേഹിച്ചു തുടങ്ങുക എന്നാണ് പറയുന്നത്. ഓക്കെ, വളരെ പോസിറ്റീവാണ്. പക്ഷെ നിങ്ങളുടെ ഐ തിങ്ക് നിങ്ങളുടെ തന്നെ ഫിയേഴ്സ്, നിങ്ങളുടെ തന്നെ മനസ്സിലെ പേടികളൊക്കെയാണ് നിങ്ങളെ ബ്ലോക്ക് ചെയ്യുന്നത്. ഓക്കെ, അതിൽ നിന്ന് നിങ്ങൾ പുറത്തു വരാൻ നിങ്ങൾ തന്നെ ആക്ച്വലി അതിനെ വിട്ടുകളയണം. ഓക്കെ, നിങ്ങൾ തന്നെ അതിനെ മാറ്റിയെടുത്താൽ മാത്രമേ മുന്നോട്ടൊരു ധൈര്യം വെച്ച് കോൺഫിഡൻസ് വെച്ച് നിങ്ങൾ കാര്യങ്ങൾ ചെയ്യാൻ ശ്രമിക്കാം. ഓക്കെ, അത് നിങ്ങൾക്ക് നല്ല റിസൾട്ട് കൊണ്ടുവരും. ഓക്കെ, സോ ഇത് ഗൈഡൻസ് ആയിട്ട് എടുത്തോളൂ. എല്ലാവർക്കും നല്ല റിസൾട്ട് ആയിരിക്കട്ടെ. നന്ദി, നമസ്കാരം.